നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 508th day. Today, second sloka of Pradhama Skanda, first chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 508ാം ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിത്തക്ഷണാത്. ഓം തത്സത്. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിത്തക്ഷണാത്. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ആ ശ്രീമദ് മഹാഭാഗവതം ധർമ്മത്താൽ നിർമ്മിക്കപ്പെട്ട മഹാമുനിമാരാൽ ഉണ്ടാക്കപ്പെട്ട, അതായത് ശ്രീമദ് മഹാഭാഗവതം ഭഗവാൻ നാരദർക്ക് ഉപദേശിച്ച് നാരദർ വ്യാസമുനിക്ക് ഉപേക്ഷിച്ച് ശ്രീമദ് വ്യാസമുനിയാണ് ഇത് നിർമ്മിച്ചത്. അങ്ങനെ മഹത്വക്കളായിട്ടുള്ള മഹാമുനിയാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതം ധർമ്മത്തെ നിലനിർത്തുന്നതും മത്സരങ്ങൾ മുതലായിട്ടുള്ള ദോഷങ്ങളെ മത്സര്യമൊക്കെ ഇല്ലാതാക്കുന്നതും സത്തുക്കളുടെ പരമ ഉന്നതവുമായിട്ടുള്ള വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുവാൻ യോഗ്യം, പല എല്ലാവിധത്തിലുള്ള ദോഷങ്ങൾ അകറ്റുന്നതും അറിയപ്പെടുവാൻ യോഗ്യതയുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതും വാസ്തവമായിട്ടുള്ളതും ശിവദം പരമാനന്ദം നൽകുന്നതും 3 വിധത്തിലുള്ള താപം, അതായത് ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം, അതായത് നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്നത്, പ്രകൃതിയാൽ ഉണ്ടാകുന്നത്, പിന്നീട് പ്രാരബ്ധങ്ങളാൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള വിഷമങ്ങളാണ് ഉണ്ടാവുക. താപം എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ എന്നാണ് പറയുന്നത്. ഈ 3 വിധത്തിലുള്ള വിഷമങ്ങളെയും ഉന്മൂലനം, മൂലത്തോടുകൂടി, അതായത് വേരോടുകൂടി നശിപ്പിക്കുന്നതും ആയിട്ടുള്ള തത്വമായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതം കിം വാ പരൈരീശ്വര, കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളിൽ അപ്പോഴു തന്നെ എന്നാണ് പറയുന്നത്, എന്ത് ഫലം, അതായത് ഈശ്വരൻ എത്ര ഭയങ്കരമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്ന് പറയുകയാണ്. കിം ഫലം എന്ന് പറഞ്ഞാൽ എന്ത് ഫലം, അതായത് അത്രയ്ക്കും ഉടൻ തന്നെ ആ മനസ്സിൽ ഭഗവാൻ അവരോധിക്കപ്പെട്ട് അവരുടെ എല്ലാവിധ കഷ്ടങ്ങളിൽ നിന്നും മോചനം നൽകുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്രീമദ് മഹാഭാഗവതം മഹാമുനിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കാൻ തന്നെ ഒരു പുണ്യം വേണം. അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേട്ടാൽ അവർക്ക് എല്ലാവിധ മാത്സര്യദോഷങ്ങളും അകന്ന് ആ ഭഗവാന്റെ തൃക്കാൽക്കൽ എത്താൻ മനസ്സിൽ ഭഗവാൻ ഉടൻ തന്നെ അവരോധിക്കപ്പെടും എന്നാണ് പറയുന്നത്. ശുശ്രൂഷുഭി തക്ഷണ, തക്ഷണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ആ ഭഗവാൻ, സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അവരുദ്ധ്യത എന്ന് പറഞ്ഞാൽ അവരോധിക്കപ്പെടുന്നു, അതായത് സ്ഥാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ.
ഇതും ശ്രീമദ് മഹാഭാഗവതത്തിൽ വളരെ മുഖ്യമായിട്ടുള്ള ധ്യാന ശ്ലോകങ്ങളാണ്. 2-3 ധ്യാന ശ്ലോകങ്ങൾക്ക് ശേഷമാണ് ശ്രീമദ് ഭാഗവതം ആയിട്ടുള്ള സൂത ശൗനക സംവാദം ആരംഭിക്കുന്നത്. ശൗനക മുനികൾ ചോദിച്ചിട്ട് സൂതനാണ് ശ്രീമദ് മഹാഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷത്തിന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സൂതനാണ് വീണ്ടും ശ്രീമദ് മഹാഭാഗവതം ശൗനകാദികൾക്കായിട്ട് അവരോധിക്കുന്നത്. 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ശ്രീമദ് മഹാഭാഗവതം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഈ ഭാഗവത സ്തോത്രങ്ങളൊക്കെ എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ്. ഇന്നലെ പറഞ്ഞതുമാതിരി എത്ര വിധത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒരു ഏകദേശ രൂപം മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പദം മുറിച്ചൊക്കെ പറയേണ്ടെങ്കിൽ വളരെ സമയമാകും. അത് കേൾക്കാനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഭാഗവത ശ്ലോകവും അതിൻ്റെ ഒരു ഏകദേശ രൂപമായിട്ടുമുള്ള അർത്ഥം മാത്രമാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം ഒരിക്കൽ കൂടി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുത്രദേതകൃതിഭി ശുശ്രൂഷുഭിത്തക്ഷണാത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിശദമായിട്ട് അർത്ഥം പദം മുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആവശ്യപ്പെട്ടാൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.